സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ദിവ്യാംഗ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന ഭിന്നശേഷി വിഭാഗങ്ങളുടെ സംഘടനയായ സക്ഷമ കോട്ടയത്ത് നടന്ന സക്ഷമയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഡോക്ടർ ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ പുതിയ സംസ്ഥാന സമിതിയെയും തെരഞ്ഞെടുത്തു. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ഉന്നതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദിവ്യാംഗ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ സക്ഷമയുടെ ദിവ്യാംഗ സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ സക്ഷമയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് കോട്ടയത്ത് 2 ദിവസമായി നടന്ന സക്ഷമയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗം ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉമേഷ് അന്തേര ഉദ്ഘാടനം ചെയ്തു. ദിവ്യാംഗ സേവാ കേന്ദ്ര through which we used to provide services to the Divyangajan. Our aim that Divyangajan should stand on his own feet. He should become a normal person like us. He should start working and earning for his livelihood, and for that we are providing him in the field of education, health, self-employment, employment and overall social development of the Divyangajan. സക്ഷമയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായി മുൻ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബാലചന്ദ്രൻ മന്നത്തിനെ തെരഞ്ഞെടുത്തു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വിവിധ സേവന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ഘടകത്തിൽ 7-8 പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നുണ്ട്. അതിൽ ബുദ്ധിപരമായ തകരാറുകൾ, കാഴ്ചയ്ക്കുള്ള തകരാറുകൾ, കേൾവിക്കുള്ള തകരാറുകൾ മനസ്സിലാവും. അതുകൂടാതെ ബുദ്ധിപരമായിട്ട് പല തകരാറുകൾ, വൈകല്യങ്ങൾ, എണ്ണപ്പെടാത്ത അറിയപ്പെടാത്ത അവരെ പറ്റിയൊക്കെ പഠനങ്ങൾ സംഘടിപ്പിച്ച് അവരെ സഹായിക്കുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സക്ഷമ ചെയ്യുന്നുണ്ട്. സെക്രട്ടറിയായി OR ഹരിദാസ്, ട്രഷററായി TM കൃഷ്ണകുമാർ എന്നിവരുൾപ്പെടെ 21 അംഗ സംസ്ഥാന സമിതിയെയും പൊതുയോഗം തെരഞ്ഞെടുത്തു. നേത്രദാനം നൽകിയ 7 കുടുംബങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു. 2 ഭിന്നശേഷി കുടുംബങ്ങൾക്ക് തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. ജനം, കോട്ടയം.